എന്റെ സ്ക്രീൻ കാണുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അശ്വിൻ ഓക്കെ ഓക്കെ. അശ്വിൻ, ഈ സ്ക്രീനിൽ ഞാൻ ഷെയർ ചെയ്യാം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡിഡക്ഷൻസുകളെ കുറിച്ചിട്ടുള്ള സെക്ഷൻ 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഈ 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസുകൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ടിനെയാണ് നമ്മൾ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. ആ ടോട്ടൽ ഇൻകത്തിന്റെ മുകളിലാണ് നമ്മൾ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ നമുക്ക് ഒരു ഇൻഡിവിജ്വലിനെ അസസ് ചെയ്യണമെങ്കിൽ നമുക്ക് എസ് വരുന്ന ഒരു ചോദ്യമാണ് അസസ്മെന്റ് ഓഫ് ഇൻഡിവിജ്വൽ. അതിൽ ഈ 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് അറിയാതെ നമുക്ക് ആ ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യാൻ പറ്റില്ല. സോ 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് വളരെ ഭംഗിയായിട്ട് പഠിക്കണം. മിക്കവാറും അത് തിയറി ആയിട്ടും ചോദിക്കാം. സോ ഇതിന്റെ നോട്ട് ഞാൻ ഓൾറെഡി നിങ്ങളുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ചില സെക്ഷൻസുകൾ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതാണ് ഞാനിപ്പോ കാണിക്കാൻ പോകുന്നത്. അതിന് നമ്മൾ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് എന്നും പറയും കേട്ടോ. 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസിനെ നമ്മൾ ചാപ്റ്റർ 6A എന്നും കൂടെ പറയും. അപ്പൊ ചിലപ്പോ ചോദ്യം വരിക എക്സ്പ്ലെയിൻ ചാപ്റ്റർ 6A ഡിഡക്ഷൻസ് എന്നായിരിക്കും. അപ്പൊ നിങ്ങൾ കൺഫ്യൂഷൻ ആവണ്ട. 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസിനെയാണ് ചാപ്റ്റർ 6A ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഞാനിപ്പോ ഈ വീഡിയോയില് അല്ലെങ്കിൽ ഈ ഒരു ഗൂഗിൾ മീറ്റിലൂടെ 3 തരം ഡിഡക്ഷൻസിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അത് ഇതാണ്: 80C, 80CCC, 80CCD സബ്സെക്ഷൻ 1, 80CCD സബ്സെക്ഷൻ 1B, 80CCE എന്ന് പറയുന്നത് ഇത് ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 80D, 80DD, 80DDB ഇതും ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 80G. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 3ഉം നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ നോട്ടിലൊന്ന് എഴുതി വെക്കി. സെക്ഷനുകൾ മാത്രം എഴുതി വെക്കി. എഴുതി കഴിഞ്ഞ ഒരാള് അൺമ്യൂട്ട് ചെയ്തിട്ട് എഴുതി കഴിഞ്ഞു എന്ന് പറയണേ. എഴുതി കഴിഞ്ഞോ? എഴുതി കഴിഞ്ഞു. ഓക്കെ. ഞാൻ നിങ്ങളോട് എഴുതിക്കാൻ പറഞ്ഞത് എന്താ വെച്ചാല് ഈ ഓരോ സെക്ഷനും നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞാൽ അത് ടിക്ക് ഇട്ടോ. ഓൾറെഡി നിങ്ങൾക്ക് ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടിക്ക് ഇടാം. ഇത്രയും സെക്ഷനുകൾ നമ്മൾ വേഗം ഒന്ന് പറഞ്ഞു പോവാണ്. ഇത് നിങ്ങൾക്ക് ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്, പക്ഷെ എന്നാലും നമുക്കൊന്ന് റിമൈൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ. 80C എന്താന്നുള്ളതാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് കേട്ടോ. 80C ഒരു വ്യക്തിക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കിട്ടുന്ന ഡിഡക്ഷൻസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഡിഡക്ഷൻ ആണ് 80C ഡിഡക്ഷൻ എന്ന് പറയുന്നത്. ഈ 80C ഡിഡക്ഷൻ എപ്പോഴാണ് ഒരു വ്യക്തിക്ക് കിട്ടുക എന്ന് വെച്ചാൽ അയാൾ ഒരു LIC എടുത്തിട്ട് LIC പ്രീമിയം അടയ്ക്കുന്നുണ്ട് എങ്കിൽ, അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്കോ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കോ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ടിലേക്കോ യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാനിലേക്കോ ഏതെങ്കിലും ഷെയറുകളോ മ്യൂച്വൽ ഫണ്ടോ അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള തുക അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള തുകയാണ് ഡിഡക്ഷൻ ആയിട്ട് ഇയാൾക്ക് കിട്ടുന്നത്. അത് സെക്ഷൻ C പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻ ആണ്. ഓക്കെ. സെക്ഷൻ C നോക്കിക്കോളൂ. ദർ ആർ മോർ ദാൻ 12 items ഓഫ് എക്സ്പെൻഡിച്ചർ ദാറ്റ് ഈസ് എലിജിബിൾ ഫോർ ഡിഡക്ഷൻസ്. 12ഓളം എക്സ്പെൻഡിച്ചറുകൾ ഉണ്ട്. ഒരു വ്യക്തി കുറെ ചെലവുകൾ വരുത്തുന്നുണ്ടാവും. അതിൽ 12 തരം ചെലവുകൾ, 12നേക്കാൾ കൂടുതൽ ചെലവുകൾ ഡിഡക്ഷൻ ആയിട്ട് ഇയാൾക്ക് കിട്ടുന്നുണ്ട്. ഏതൊക്കെ ചെലവുകളാണ് ഇയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് വേഗം ഒന്ന് നോക്കാം. ഒരാൾ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്, അതിൽ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ അയാൾക്ക് അത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അയാള്
സ്റ്റാറ്റ്യൂട്ടറി പ്രോവിഡന്റ് ഫണ്ടിലേക്കോ റെക്കഗ്നൈസ്ഡ് പ്രോവിഡന്റ് ഫണ്ടിലേക്കോ അതുപോലെ തന്നെ സൂപ്പർ ആനുവേഷൻ ഫണ്ടിലേക്കൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള തുക അയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ട്യൂഷൻ ഫീ, കുട്ടികൾക്ക് ട്യൂഷൻ ഫീ അടയ്ക്കുന്നുണ്ട് വിചാരിക്കുക. ഒരു അസസ്, ഇപ്പൊ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ട്യൂഷൻ ഫീസ് അടയ്ക്കുന്നുണ്ട് വിചാരിക്കുക. ആ ട്യൂഷൻ ഫീസ് മുഴുവനായിട്ട് എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഞാൻ എലിജിബിൾ ഇഷ്യൂ ഓഫ് ഷെയർ ക്യാപിറ്റൽ, ചിലതിനെ എലിജിബിൾ ഷെയർ ആയിട്ട് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. ആ ഷെയർ ഞാൻ മേടിക്കുകയാണെങ്കിൽ അത് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഒരു ഷെഡ്യൂൾഡ് ബാങ്കിൽ ഞാൻ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്നുണ്ട് വിചാരിക്കുക. 5 കൊല്ലത്തേക്കാൾ കൂടുതലുള്ളൊരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ആണ് ഞാൻ ഇടുന്നതെന്നുണ്ടെങ്കിൽ ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് എത്ര തുകയാണോ ഞാൻ ഇട്ടത് അത് മുഴുവൻ എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് ടൈം ഡെപ്പോസിറ്റിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതും എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഹൗസിംഗ് ലോണിന്റെ റീപേയ്മെന്റിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട്, മുതല് അതെനിക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, ഈ ഒരു ലിസ്റ്റ് നിങ്ങൾ ഒന്നുകിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്താണ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഈ സ്ലൈഡ് തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇത്രയും എക്സ്പെൻഡിച്ചറുകൾ ഇയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്ന എക്സ്പെൻഡിച്ചറുകളാണ്. 80C പ്രകാരമാണ് ഇയാൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നത്. ഓക്കെ, ഈ എക്സ്പെൻഡിച്ചറുകളിൽ ഒരു എക്സ്പെൻഡിച്ചർ മാത്രം നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇൻ കേസ് ഓഫ് ഓൾമോസ്റ്റ് ഓൾ എക്സ്പെൻസസ് ദ ക്വാളിഫയിങ് എമൗണ്ട്, അതായത് ഡിഡക്ഷൻ എമൗണ്ട് ഈസ് ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് എക്സ്പെൻസ്. ആക്ച്വൽ എമൗണ്ട് ഓഫ് എക്സ്പെൻസ് എത്രയാണോ അത് മുഴുവൻ ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. എന്നാൽ ഇൻഷുറൻസ് പ്രീമിയത്തിന്റെ കാര്യത്തിൽ മാത്രം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. LIC പ്രീമിയത്തിന്റെ കാര്യത്തിൽ മാത്രം എത്രയാണ് ഡിഡക്ഷൻ എമൗണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ഒന്ന്, ഇഫ് ദ പോളിസി ഈസ് ടേക്കൺ ബിഫോർ 1/4/2012 ഏപ്രിൽ 1 മുമ്പ് എടുത്തിട്ടുള്ള പോളിസി ആണെങ്കിൽ ഇയാൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻ 20% ഓഫ് പോളിസി എമൗണ്ട് ഓർ ആക്ച്വൽ പ്രീമിയം പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ്. അയാൾ അടച്ചിട്ടുള്ള ആക്ച്വൽ പ്രീമിയമോ അല്ലെങ്കിൽ 20% ഓഫ് പോളിസി എമൗണ്ട്, നമ്മൾ എത്ര തുകയ്ക്കാണ് പോളിസി എടുത്തതെന്നുള്ളതുണ്ടല്ലോ, അതാണ് പോളിസി എമൗണ്ട് എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന്റെ 20%ഓ അല്ലെങ്കിൽ ആക്ച്വൽ പ്രീമിയമോ ഏതാണോ ചെറുത് അതാണ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക. എപ്പോ പോളിസി എടുത്തത് 2012 ഏപ്രിൽ 1 മുമ്പാണെങ്കിൽ, പോളിസി എടുത്തത് 2012 ഏപ്രിൽ 1 2013 ഏപ്രിൽ 1 ഇടയിലാണെങ്കിൽ qualifying amount will be 10% of policy amount or actual premium whichever is less. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കാനുണ്ട്. 2012 2013 ഇടയിലാണ് ഇയാൾ പോളിസി എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 10%, പോളിസി എമൗണ്ടിന്റെ 10%, അല്ലെങ്കിൽ ആക്ച്വൽ പ്രീമിയമോ ഏതാണോ ചെറുത് അതാണ് ഇയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക. ഇനി പോളിസി എടുത്തിരിക്കുന്നത് 2013 ഏപ്രിൽ 4 ശേഷമാണെന്ന് വിചാരിക്കുക. ഏപ്രിൽ 1 ശേഷം പോളിസി എടുത്തിരിക്കുന്നത് 2013 ഏപ്രിൽ 1 ശേഷമാണെങ്കിൽ ക്വാളിഫയിങ് എമൗണ്ട് വിൽ ബി 15% ഓഫ് പോളിസി എമൗണ്ട് ഓർ ആക്ച്വൽ പ്രീമിയം വിച്ച് എവർ ഈസ് ലെസ്. ഈ ഇത്രയും കാര്യങ്ങളൊന്ന് പെട്ടെന്നൊന്ന് എഴുതിയെടുക്ക്. ജസ്റ്റ് ഷോർട്ട് നോട്ടായിട്ട് എഴുതിയിരുത്താൽ മതി കേട്ടോ. ഫുൾ എമൗണ്ട് എഴുതണ്ട, ഫുൾ സെന്റൻസ് എഴുതണ്ട. ഇത് LIC പ്രീമിയത്തിന്റെ കാര്യത്തിലുള്ള ഡിഡക്ഷന് മാത്രമേ ഇങ്ങനൊരു തിയറി ഉള്ളൂ, ഇങ്ങനൊരു റൂൾ ഉള്ളൂ. ബാക്കി എല്ലാ എക്സ്പെൻഡിച്ചറും ഫുൾ എമൗണ്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുന്നതാണ്. എത്രയാണോ നിങ്ങൾ എക്സ്പെൻസ് വരുത്തിയിട്ടുള്ളത് അത് മുഴുവൻ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് അവരുടെ ട്യൂഷന് വേണ്ടിയിട്ട് ഞാനൊരു 20,000 രൂപ ചെലവാക്കി എന്ന് വിചാരിക്കുക പ്രീവിയസ് ഇയറിൽ. ആ 20,000 രൂപയും എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും 80C പ്രകാരം. പക്ഷെ LIC പ്രീമിയത്തിന്റെ കാര്യത്തിൽ മാത്രം ഇങ്ങനെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. പോളിസി എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ പോളിസി എമൗണ്ട് 20% അല്ലെങ്കിൽ ആക്ച്വൽ പ്രീമിയമോ 2012 മുമ്പുള്ളതാണെങ്കിൽ, 2012 2013 ഇടയിലാണെങ്കിൽ പോളിസി എമൗണ്ടിന്റെ 10%ഓ ആക്ച്വൽ പ്രീമിയമോ ഏതാണോ ചെറുത് അത്. 2013 ശേഷമുള്ള പോളിസി ആണെങ്കിൽ പോളിസി എമൗണ്ടിന്റെ 15% അല്ലെങ്കിൽ ആക്ച്വൽ പ്രീമിയമോ ഏതാണോ ചെറുത് അതാണ് കിട്ടുക. എഴുതിരുത്തോ നിങ്ങള്? അമർഷ എഴുതിരുത്തോ? എഴുതിരുത്തു സാർ. ഓക്കെ, റുക്സാന? എഴുതി സർ. ഓക്കെ, ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിൽ മനസ്സിലാക്കാനുള്ളത് എന്താ വെച്ചാൽ 80C പ്രകാരം കുറെ ചെലവുകൾ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. 12ഓളം എക്സ്പെൻഡിച്ചറുകൾ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും.
എന്നാൽ അതിന്റെ ടോട്ടൽ ഡിഡക്ഷൻ ഒരു കാരണവശാലും എത്രയേക്കാൾ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്? 1.5 ലക്ഷത്തിനേക്കാൾ കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. ടോട്ടൽ ക്വാളിഫയിങ് എമൗണ്ട് അണ്ടർ സെക്ഷൻ 80C ഷാൽ നോട്ട് എക്സീഡ് റുപ്പീസ് 1,50,000. അതായത് ടോട്ടൽ എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ, ക്വാളിഫയിങ് എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിഡക്ഷന് എന്താണ് ക്വാളിഫൈ ചെയ്തിട്ടുള്ള എമൗണ്ട്, അത് എന്തിനേക്കാൾ കൂടാൻ പാടില്ല? 1.5 ലക്ഷത്തിനേക്കാൾ കൂടാൻ പാടില്ല. അതായത് 80C പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻ മാക്സിമം എത്രേ കിട്ടുള്ളൂ? 1.5 ലക്ഷമേ കിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഞാനൊരു ഒരു ഒരു പ്രോബ്ലം ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള നോട്ട് ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റർ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് എനിക്ക് തരണം. ഓരോ ഐറ്റം ബൈ ഐറ്റം ആയിട്ട് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. Compute the amount of deduction available under section 80C for the assessment year 2025-26. 80C പ്രകാരം നമുക്ക് കിട്ടുന്ന ഡിഡക്ഷൻ എത്രയായിരിക്കും എന്നുള്ളതാണ് ഇതിൽ കാണാൻ പോകുന്നത് കേട്ടോ. എനിക്ക് ആദ്യത്തെ ഒന്നാമത്തെ ഐറ്റം പറഞ്ഞു തരേണ്ടത് റുക്സാനയാണ്. റുക്സാന, റുക്സാന എന്താ സാർ? ഒന്നാമത്തെ ഐറ്റത്തിന് ഈ പ്രോബ്ലം കണ്ടോ നീ? കണ്ടു. 80C പ്രകാരം എത്ര ഡിഡക്ഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോണേ കേട്ടോ. 10 എക്സ്പെൻഡിച്ചറുകളാണ് ഇതിൽ തന്നിരിക്കുന്നത്. ഇത് 10ഉം എലിജിബിൾ ആണ്. 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടാൻ എലിജിബിൾ ആയിട്ടുള്ളതാണ്. അതിൽ പ്രീമിയം എമൗണ്ട് മാത്രം നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. നമുക്ക് തുടങ്ങാം. റുക്സാന, തുടങ്ങാം. ഒന്നാമത്തെ നോക്കിക്കോളൂ കേട്ടോ. ഒന്നാമത്തെ ഐറ്റം ഒന്ന് ബാക്കി. Premium paid ₹30,000 on his own life policy amount 1,50,000 policy taken on 1st June 2012. ഓക്കെ, ഫൈൻ, ഗുഡ്. അപ്പൊ എത്രയാ ഞാൻ പ്രീമിയം അടയ്ക്കുന്നത്? ഈ വ്യക്തി എത്രയാ പ്രീമിയം അടയ്ക്കുന്നത്? 13,000. പോളിസി എമൗണ്ട് തന്നിട്ടുണ്ട്. എത്ര ലക്ഷം രൂപയുടെ പോളിസി എടുത്തിരിക്കുന്നത്? 1,50,000. പോളിസി എടുത്തിരിക്കുന്ന ഡേറ്റ് 2012നും 2013നും ഇടയിലാണ് അല്ലേ? അതെ. അപ്പോ എന്താണ് റൂള് എഴുതിയിരിക്കുന്നത്? ആക്ച്വൽ പ്രീമിയം ഓർ എന്തായിരുന്നു റൂള്? എലിജിബിൾ എമൗണ്ട് എത്രയാണ്? റൂള് എഴുതിയിട്ടുണ്ടായിരുന്നോ? പറഞ്ഞോ. ആക്ച്വൽ പ്രീമിയം ഓർ 10% ഓഫ് പോളിസി എമൗണ്ട് വിച്ച് എവർ ഈസ് ലെസ് എന്നുള്ളതാണ് അല്ലേ? അതെ. അപ്പൊ ആക്ച്വൽ പ്രീമിയം എത്രയാ? ആക്ച്വൽ പ്രീമിയം 13,000. 10% ഓഫ് പോളിസി എമൗണ്ട് എത്രയാ? അത് എളുപ്പല്ലേ കണ്ടുപിടിക്കാൻ? 15,000. അപ്പൊ 13,000 ഓർ 15,000 വിച്ച് എവർ ഈസ് ലെസ്. അപ്പൊ ആദ്യത്തെ എമൗണ്ടിൽ എത്രയാ നമുക്ക് ഡിഡക്ഷൻ കിട്ടുക? 30,000. വെരി ഗുഡ്. ആദ്യത്തെ എമൗണ്ടിൽ നമുക്ക് 13,000 ആണ് ഡിഡക്ഷൻ കിട്ടുന്നത് കേട്ടോ. അതാണ് ചെറുതായിട്ട് വരുന്നത്. ഇനി അമൃഷ, ഒരുപാട് പേര് കേറാത്തത് കാരണം നമ്മള് 3-4 പേര് തന്നെ ഡിസ്കസ് ചെയ്യുള്ളൂ കേട്ടോ. കുഴപ്പമില്ല. ബാക്കിയുള്ളവർ അറിഞ്ഞിട്ടില്ലേ? അറിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സാർ. സാറിന് ഇങ്ങോട്ട് കണ്ടിട്ടുണ്ട്. ഓക്കെ, എന്തായാലും അമൃഷ എനിക്ക് രണ്ടാമത്തെ സഹായിച്ചതാ. രണ്ടാമത്തെ എത്ര എമൗണ്ട് ഡിഡക്ഷൻ കിട്ടുക എന്നുള്ളതാണ് നോക്കേണ്ടത്. പ്രീമിയം പെയ്ഡ് ₹20,000 on life policy of his major son's life. പ്രീമിയം 20,000 രൂപയാണ് കൊടുക്കുന്നത്. പോളിസി എമൗണ്ട് എത്രയാണ്? 80,000. പോളിസി എന്നാ എടുത്തിരിക്കുന്നത്? 2013 ശേഷം അല്ലേ? 2013 ശേഷം. അപ്പൊ എന്താ റൂള്?
അപ്പോൾ ക്വാളിഫയിങ് എമൗണ്ട് വിൽ ബി 15% അല്ലെങ്കിൽ പോളിസി എമൗണ്ട് 15% അല്ലെങ്കിൽ ആക്ച്വൽ പ്രീമിയം പെയ്ഡ് വിച്ച് എവർ ഈസ് ലെസ്. ആക്ച്വൽ പ്രീമിയം 20,000 രൂപയാണ്. 15% ഓഫ് പോളിസി എമൗണ്ട് എത്രയാ? പോളിസി എമൗണ്ടിന് 15% അല്ലേ? ഒരു മിനിറ്റ് 12,000. 12,000 വിച്ച് എവർ ഈസ് ലെസ്. അപ്പൊ എത്രയാ നമുക്ക് രണ്ടാമത്തെ ഐറ്റത്തിൽ ഡിഡക്ഷൻ കിട്ടുക? അപ്പോ 12,000. 12,000. ഓക്കെ ഫൈൻ, ഗുഡ്. 12,000. ഓക്കെ ഫൈൻ. ഇനി മൂന്നാമത്തെ ഐറ്റത്തിന് എത്ര ഡിഡക്ഷൻ കിട്ടുക എന്നുള്ളത് എനിക്ക് അശ്വിൻ സഹായിക്കുക. അശ്വിനില്ലേ എവിടെ? എന്നാ റുക്സാന തന്നെ പറയും. റുക്സാന. മൂന്നാമത്തെ ഐറ്റം എന്താണ്? പ്രീമിയം പെയ്ഡ് 7,000 ഓൺ ദി ലൈഫ് ഓഫ് സ്പൗസ്. പോളിസി എമൗണ്ട് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് ഇനി ഒന്നും പേടിക്കാനില്ല. ഏതാ കൊല്ലം എന്നൊന്നും നോക്കേണ്ട കാര്യമില്ല. പ്രീമിയം എമൗണ്ട് മുഴുവൻ നമുക്ക് കിട്ടും കേട്ടോ. 7,000 ആണ് മൂന്നാമത്തെ ഡിഡക്ഷൻ. ഇനി 4, 5, 6, 7, 8, 9, 10 ഒക്കെ എല്ലാ ഇങ്ങനത്തെ റൂളുകളൊന്നുമില്ല. പ്രീമിയത്തിന് മാത്രമേ റൂളുകളുള്ളൂ. നാലാമത്തെ ഐറ്റം കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് 20,000 മുഴുവനും ഡിഡക്ഷൻ കിട്ടും, 20,000 രൂപ. അഞ്ചാമത്തെ ഐറ്റം കോൺട്രിബ്യൂഷൻ ടു പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് 10,000 മുഴുവനും ഡിഡക്ഷൻ കിട്ടും. ആറാമത്തെ ഐറ്റം സബ്സ്ക്രിപ്ഷൻ ടു NSC നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ് 8th ഇഷ്യൂന് മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ കേട്ടോ. 8th ഇഷ്യൂ 9th ഇഷ്യൂന് മാത്രമേ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഇത് 8th ഇഷ്യൂ ആയതുകൊണ്ട് ഡിഡക്ഷൻ കിട്ടും 20,000. ദെൻ അക്രൂഡ് ഇൻട്രസ്റ്റ് ഓൺ NSC, ഇതിന്റെ മുകളിൽ നമ്മൾ NSCയുടെ സർട്ടിഫിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ നമുക്ക് ഇൻട്രസ്റ്റും കിട്ടുന്നുണ്ട്. ഇൻട്രസ്റ്റും ഡിഡക്ഷൻ കിട്ടും. 2,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടി ഡിഡക്ഷൻ. കോൺട്രിബ്യൂഷൻ ടു ULIP യൂണിറ്റ് ലിങ്ക്ഡ് ഇൻഷുറൻസ് പ്ലാൻ 50,000 രൂപ മുഴുവനും ഡിഡക്ഷൻ കിട്ടും 50,000. ഇതൊക്കെ നിങ്ങൾ അടിയിലേക്ക് എഴുതിക്കോളൂ കേട്ടോ എമൗണ്ട്. റീപേയ്മെന്റ് ഓഫ് ഹൗസിംഗ് ലോൺ ടേക്കൺ ഫ്രം HDFC നിന്ന് നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്, ഹൗസിംഗ് ലോൺ. അതിന്റെ പ്രിൻസിപ്പൽ എമൗണ്ട് മുഴുവനും ഡിഡക്ഷൻ കിട്ടും. പ്രിൻസിപ്പൽ എമൗണ്ട് 25,000 ഡിഡക്ഷൻ കിട്ടി. ദെൻ 10ാമത്തെ സബ്സ്ക്രിപ്ഷൻ ടു ഇക്വിറ്റി ഷെയർസ് ഓഫ് പബ്ലിക് കമ്പനി ഫോമിംഗ് പാർട്ട് ഓഫ് എലിജിബിൾ ഇഷ്യൂ ഓഫ് ക്യാപിറ്റൽ. എലിജിബിൾ ഇഷ്യൂ ആണെന്ന് പറയുന്നുണ്ട്. സോ ആ ഇക്വിറ്റി ഷെയർ മേടിച്ചതിന്റെ വകയിൽ 10,000 രൂപ നമുക്ക് ചെലവായിട്ടുണ്ട്. അത് മുഴുവനും നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഇത്രയും ഐറ്റംസ് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതിന്റെ ടോട്ടൽ ഒന്ന് കണ്ടുപിടിച്ച് താനിക്ക്. ടോട്ടൽ എലിജിബിൾ എമൗണ്ട് എത്രയാ വന്നേ? ടോട്ടൽ എലിജിബിൾ എമൗണ്ട് സർ 1,71,000 ആണോ? 1,71,000 വന്നോ? അങ്ങനെ എനിക്ക് കിട്ടി. ഞാൻ എമൗണ്ടുകൾ വായിക്കാം. അത് തന്നെയാണോ നോക്കട്ടോ. 13,000 ഉണ്ട്, 12,000 ഉണ്ട്, 7,000 ഉണ്ട്, 20,000 ഉണ്ട്, 10,000 ഉണ്ട്, 20,000 ഉണ്ട്, 2,000 ഉണ്ട്, 50,000 ഉണ്ട്, 25,000 ഉണ്ട്, 10,000 ഉണ്ട്. അതന്നെയാണ് നോക്കിയത്. ഒന്നുകൂടി നോക്കട്ടെ സാർ, ഒരു മിനിറ്റ്.
ചിലപ്പോൾ എന്റെ തെറ്റിയതായിരിക്കാം. റുക്സാനക്ക് എത്ര കിട്ടിയ ടോട്ടല്? 1,59,000. 59. നമുക്ക് 3 പേർക്ക് 3 എമൗണ്ട് ആയിട്ട് 1,41,000, sir. എത്രയാ അമൃഷ? 1,41,000. 41 അല്ലല്ലോ. സർ ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടി ഇടോ? അതാ $1,69,000 ആണോ? 1,69,000 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ആ റുക്സാനക്ക് കിട്ടിയോ? എനിക്ക് കിട്ടി. രണ്ടുപേർക്കും കിട്ടിയോ? കിട്ടി സർ. കിട്ടി. ഓക്കെ. അശ്വിൻ ഇല്ല അവിടെ. 1,69,000 ആണ് ടോട്ടൽ ഡിഡക്ഷൻ കിട്ടുന്നത്. പക്ഷെ 80C പ്രകാരം കിട്ടി. ഓക്കെ ഫൈൻ അശ്വിൻ. ടോട്ടൽ ഡിഡക്ഷൻ 80C പ്രകാരം 1,69,000 കിട്ടില്ല. എത്ര കിട്ടുള്ളൂ റുക്സാന? റുക്സാന എന്ത് സർ? 80C പ്രകാരം നമുക്കിപ്പോ ടോട്ടൽ കിട്ടിയിരിക്കുന്നത് 1,69,000 പക്ഷെ 80Cക്ക് ഒരു പ്രശ്നമുണ്ട്. 80C പ്രകാരം കിട്ടുന്ന ടോട്ടൽ ഡിഡക്ഷൻ ഒരു ലിമിറ്റ് ഉണ്ട്. അത് എത്രയാണ്? അത് കണ്ടിരുന്നില്ലേ? 80C പ്രകാരം നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഡിഡക്ഷൻ 1,50,000 ആണ്. റുക്സാന കണ്ടോ? ഇല്ല, നേരത്തെ നോട്ടിലുണ്ട് അത്. 80C പ്രകാരം നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഡിഡക്ഷൻ 1,50,000 ആണ്. ഞാൻ അടിയത്തത് എഴുതിയിട്ടില്ല അല്ലെ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 80C പ്രകാരം നമുക്ക് കിട്ടുന്ന ടോട്ടൽ ഡിഡക്ഷൻ നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ ചിലപ്പോൾ 1,50,000 മീതെ പോയിണ്ടാവും. പക്ഷെ അത് മുഴുവൻ നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടില്ല. നിങ്ങൾക്ക് 1,50,000 മാക്സിമം കിട്ടുള്ളൂ. ഇവിടെ നമുക്ക് എക്സ്പെൻഡിച്ചർ നോക്കിയപ്പോൾ 1,69,000 വന്നു. പക്ഷെ 1,69,000 മുഴുവൻ കിട്ടില്ല. എത്രയേ കിട്ടുള്ളൂ? 1,50,000 കിട്ടുള്ളൂ. സോ ഈ കണക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന 80C പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻ എത്രയാണ്? 1,50,000 കിട്ടുള്ളൂ. ബിക്കോസ് മാക്സിമം എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 80C ഈസ് 1,50,000. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അമർഷയ്ക്ക് മനസ്സിലായോ? മനസ്സിലായി സർ. അശ്വിന് മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് 80C. 80C പ്രകാരമുള്ള ഡിഡക്ഷനെ കുറിച്ചാണ് ഇപ്പൊ ഞാൻ സംസാരിച്ചത്. ഇനി നമ്മൾ 80CCC എന്താ പറയണതെന്ന് നോക്കാം. അത് വളരെ സിമ്പിൾ ആണ്. 80CCC നിങ്ങൾ പെൻഷൻ ഫണ്ടിലേക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത തുക മുഴുവനും നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഒരു എംപ്ലോയി എന്ന നിലയ്ക്ക് നിങ്ങൾ പെൻഷൻ ഫണ്ടിലേക്ക് ഓരോ മാസവും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഒരു കൊല്ലം എത്ര രൂപയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് മുഴുവൻ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് 80CCC. 80CCC പ്രകാരം പെൻഷൻ ഫണ്ടിലേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് മുഴുവനും നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അതാണ് 80CCC പറയുന്നത്. എന്നാൽ 80CCCക്കും ഒരു പ്രത്യേകതയുണ്ട്. മാക്സിമം ഡിഡക്ഷൻ എത്രയേ കിട്ടുള്ളൂ? 1,50,000 കിട്ടുള്ളൂ. നിങ്ങൾ ചിലപ്പോൾ പെൻഷൻ ഫണ്ടിലേക്ക് ചിലപ്പോൾ 2 ലക്ഷം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ 2 ലക്ഷം മുഴുവനും നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടില്ല.
80CCC പ്രകാരം 1,50,000 നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുള്ളൂ. ആൻഡ് ദാറ്റ് ഈസ് ഓൾ അബൌട്ട് 80CCC, കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് പെൻഷൻ ഫണ്ട്. നിങ്ങൾ എത്രയാണോ പെൻഷൻ ഫണ്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് മുഴുവൻ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ബട്ട് മാക്സിമം ഡിഡക്ഷൻ വിൽ ബി 1,50,000. മനസ്സിലായോ? 3 പേർക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞത്? റുക്സാന, അമൃഷ, അശ്വിൻ. യെസ്, മനസ്സിലായി. ഓക്കെ, സോ ദാറ്റ് ഈസ് 80CCC. അപ്പൊ 80CCC ഇത്രയേ പറയാനുള്ളൂ. അത് വളരെ സിമ്പിൾ ആണ്. ഇനി 80CCD സബ്സെക്ഷൻ 1, അതും നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ്. അസസീസ് കോൺട്രിബ്യൂഷൻ ടുവേർഡ്സ് നാഷണൽ പെൻഷൻ സ്കീം. ഞാൻ നേരത്തെ പറഞ്ഞ പെൻഷൻ ഫണ്ട് ഈസ് ഓൾ അബൌട്ട് സ്റ്റേറ്റ് പെൻഷൻ ഫണ്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. സ്റ്റേറ്റ് പെൻഷൻ ഫണ്ടിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത് നാഷണൽ പെൻഷൻ സ്കീം, NPS എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അത് പുതിയ ഒരു 2014 ശേഷമൊക്കെ വന്നിട്ടുള്ള ഒരു പെൻഷൻ സ്കീമാണ് അത്. ആ പെൻഷൻ സ്കീമിലേക്ക്, നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴും നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടും. ആൻഡ് ദാറ്റ് ഈസ് സെക്ഷൻ 80CCD സബ്സെക്ഷൻ 1. നിങ്ങൾ NPSലേക്ക് എത്ര രൂപയാണോ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പക്ഷെ അതിൽ ചെറിയൊരു കാൽക്കുലേഷൻ നടത്താനുണ്ട്. പെൻഷൻ ഇവിടെ നാഷണൽ പെൻഷൻ സ്കീം എന്ന് പറയുന്ന സ്കീമിലേക്ക് എംപ്ലോയിക്ക് മാത്രമല്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, മറിച്ച് അനുരാഗ് കയറുന്നുണ്ട്, ഒരു മിനിറ്റ്. എംപ്ലോയിക്ക് മാത്രമല്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക, നോൺ എംപ്ലോയിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും. അതാണ് നാഷണൽ പെൻഷൻ സ്കീമിന്റെ പ്രത്യേകത. നാഷണൽ പെൻഷൻ സ്കീമില് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എംപ്ലോയി ആയിരിക്കുന്ന ഒരാൾക്ക് മാത്രമല്ല കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുക. ഇപ്പൊ ഒരു കട നടത്തുന്ന ആൾക്കും നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അയാള് നോൺ എംപ്ലോയി ആണ്. സോ നോൺ എംപ്ലോയിക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ളതാണ് നാഷണൽ പെൻഷൻ സ്കീമിന്റെ പ്രത്യേകത. The deduction is available to individual who are either a salaried person or non-salaried person. Salaried ആയിട്ടുള്ള ആൾക്കും കിട്ടും ഡിഡക്ഷൻ, നോൺ സാലറിഡ് ആയിട്ടുള്ള ആൾക്കും കിട്ടും ഡിഡക്ഷൻ. പക്ഷെ ഇവിടെ ഡിഡക്ഷൻ എമൗണ്ടിന് ഒരു ചെറിയ പ്രത്യേകതയുണ്ട്. ഡിഡക്ഷൻ എമൗണ്ടിന് ഇൻ കേസ് ഓഫ് സാലറിഡ് പേഴ്സൺ ക്വാളിഫൈഡ് എമൗണ്ട് വിൽ ബി ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. ഇതൊന്ന് എഴുതിയെടുക്കണം. സാലറീഡ് ആയിട്ടുള്ള വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം qualifying amount will be actual contribution or 10% of salary whichever is less. Actual contribution എത്രയാണോ അതോ സാലറിയുടെ 10%ഓ ഏതാണോ ചെറുത് അതാണ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക സാലറീഡ് ആയിട്ടുള്ള വ്യക്തിക്ക്. നോൺ സാലറീഡ് ആയിട്ടുള്ള വ്യക്തിക്ക് 10% ഓഫ് സാലറി കാണാൻ പറ്റില്ലല്ലോ, കാരണം അയാൾക്ക് സാലറി ഇല്ല. അപ്പൊ അയാളുടെ ഡിഡക്ഷൻ എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക വെച്ചാൽ ഇൻ കേസ് ഓഫ് നോൺ സാലറീഡ് പേഴ്സൺ qualified amount will be actual contribution or 20% of gross total income. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 20% അല്ലെങ്കിൽ ആക്ച്വൽ കോൺട്രിബ്യൂഷനോ ഏതാണോ ചെറുത് അതാണ് അയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക. ഇതാണ് 80CCD സബ്സെക്ഷൻ 1 നമ്മൾ ശ്രദ്ധിക്കാനുള്ളത്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? റുക്സാന, അമൃഷ, അശ്വിൻ. സർ ലാസ്റ്റത്തെ ഒന്നുകൂടി പറയുമോ? അതായത് 80CCD സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത് നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻ ആണ്. 2 തരം ആൾക്കാരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുക. ഒന്നുകിൽ സാലറീഡ് ആയിട്ടുള്ള വ്യക്തി കോൺട്രിബ്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നോൺ സാലറീഡ് ആയിട്ടുള്ള ആൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം. ഒരു ബിസിനസ്സുകാരനും വേണമെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. കാരണം അയാൾക്ക് ഒരു 50 വയസ്സിന് ശേഷം പെൻഷൻ കിട്ടണം എന്ന് അയാൾക്ക് തോന്നുകയാണെങ്കിൽ അയാൾ ഒരു ബിസിനസ്സുകാരനാണ്. ബിസിനസ്സുകാരന് ശരിക്കും പെൻഷൻ കിട്ടാനുള്ള ഒരു സ്കീം ഇവിടെ ഇല്ലല്ലോ. അവർക്കും കൂടെ സഹായകരമായിട്ടുള്ള ഒരു സ്കീമാണ് നാഷണൽ പെൻഷൻ സ്കീം. അപ്പൊ ഒരു നോൺ സാലറീഡ് ആയിട്ടുള്ള ആൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം, സാലറീഡ് ആയിട്ടുള്ള ആൾക്കും കോൺട്രിബ്യൂട്ട് ചെയ്യാം. സാലറീഡ് ആയിട്ടുള്ള ആളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ അയാളുടെ ഡിഡക്ഷൻ എമൗണ്ട് ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. ഇനി നോൺ സാലറീഡ് ആയിട്ടുള്ള ആളാണ് കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് വിചാരിക്കുക ഈ NPSലേക്ക്. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഡിഡക്ഷൻ എമൗണ്ട് ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓർ 20% ഓഫ് ഗ്രോസ് ടോട്ടൽ ഇൻകം. അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവല്ലോ. അയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിന്റെ 20%ഓ ആക്ച്വൽ കോൺട്രിബ്യൂഷനോ ഏതാണോ ചെറുത് അതാണ് അയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുക. ക്ലിയർ ആയോ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. CCD പ്രകാരം CCD സബ്സെക്ഷൻ 1 പ്രകാരം കിട്ടുന്ന ഡിഡക്ഷൻ എത്രയാന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. പക്ഷെ അവിടെയും ഒരു പ്രശ്നമുണ്ട്. 80 CCD സബ്സെക്ഷൻ 1 പ്രകാരം കിട്ടുന്ന ഡിഡക്ഷന് മാക്സിമം ഒരു സീലിംഗ് വെച്ചിട്ടുണ്ട്. അതും 1.5 ലക്ഷം തന്നെയാണ്. 1.5 ലക്ഷത്തിനേക്കാൾ മീതെ എന്തായാലും ഡിഡക്ഷൻ കിട്ടില്ല. അതാണ് 80 CCD സബ്സെക്ഷൻ 1 പ്രകാരമുള്ള ഡിഡക്ഷന്റെ പ്രത്യേകത. നമ്മളിവിടെ എത്ര എമൗണ്ട് എന്നുള്ളതൊക്കെ കണ്ടുപിടിച്ച് വെക്കും. ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓർ 10% സാലറി ഏതാണോ ചെറുത് അതാണ് ഡിഡക്ഷൻ എമൗണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടുപിടിച്ച് വെക്കും. പക്ഷെ ആ എമൗണ്ട് എന്തിനേക്കാൾ കൂടാൻ പാടില്ല? 1.5 ലക്ഷത്തിനേക്കാൾ കൂടാൻ പാടില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ആയില്ലേ? അശ്വിൻ ക്ലിയർ ആയോ? ഓക്കെ, യെസ്. അശ്വിൻ, അമർഷ, ഓക്കെ ഫൈൻ. അപ്പൊ നമ്മളിപ്പോ 3 സെക്ഷനുകളാണ്. ഓക്കെ ഫൈൻ. നമ്മൾ 3 സെക്ഷനുകളാണ് കണ്ടിട്ടുള്ളത്. 3 സെക്ഷൻ 80C കണ്ടു, 80CCC കണ്ടു, 80CCD സബ്സെക്ഷൻ 1 കണ്ടു. ഈ 3 സെക്ഷനുകൾ പ്രത്യേകമായിട്ട് കണ്ടു. അനുരാഗ് റേസ് ചെയ്തിട്ടുണ്ട്. നീ നമ്മൾ ഡിഡക്ഷൻ ആണ് ഡിസ്കസ് ചെയ്യണമെന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്ക് കേട്ടോ. ഇനിയുള്ള പോയിന്റുകൾ മനസ്സിലാക്കി വെക്ക്. ബാക്കിയുള്ള ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, സോ ഇനി ഞാൻ പറയാൻ പോകുന്ന സെക്ഷൻ ഈ 3 കൂടെ ഒരുമിച്ച് എഫക്ട് ചെയ്യുന്ന ഒരു സെക്ഷനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് 80CCE. 80CCE എന്ന് പറയുന്ന സെക്ഷനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് കേട്ടോ. 80C പ്രകാരം നമുക്ക് 1.5 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. 80CCC പ്രകാരം നമുക്ക് 1.5 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. 80CCD സബ്സെക്ഷൻ 1 പ്രകാരവും നമുക്ക് 1.5 ലക്ഷം രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 80CCE എന്ന് പറയുന്ന സെക്ഷൻ നമ്മളോട് പറയാണ്, as per section 80CCE, total deduction under section 80C, 80CCC and 80CCD subsection 1 shall not exceed rupees 1,50,000. ഒരാൾക്ക് 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്, 80CCC പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്, 80CCD സബ്സെക്ഷൻ 1 പ്രകാരവും ഡിഡക്ഷൻ കിട്ടുന്നുണ്ട് വിചാരിക്കുക. ഈ 3 ഡിഡക്ഷന്റെ ആകെത്തുക എന്തിനേക്കാൾ കൂടാൻ പാടില്ല എന്നാ പറയുന്നത്? 1.5 ലക്ഷത്തിനേക്കാൾ കൂടാൻ പാടില്ല എന്നാ പറയുന്നത്. അങ്ങനെ ഒരു സംഗതിയും കൂടെ 80CCE നമുക്ക് മുമ്പിൽ പറയുന്നുണ്ട്. സോ 80CCE പ്രകാരം ഒരാൾക്ക് ഈ 3 ഡിഡക്ഷൻസും കിട്ടുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. 80C പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്, 80CCC പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നുണ്ട്, 80CCD സബ്സെക്ഷൻ 1 പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഡിഡക്ഷനെ അയാൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. മാക്സിമം ഡിഡക്ഷൻ 3 കൂടിയിട്ടുള്ള മാക്സിമം ഡിഡക്ഷൻ 1.5 ലക്ഷത്തിനേക്കാൾ മീതെ പോവാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഞാനൊരു എക്സാമ്പിൾ പറയാം. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ വ്യക്തമാവും. ഒരു മിസ്റ്റർ രാംലാലിന്റെ കഥയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. അയാളുടെ 80C പ്രകാരം അയാൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻ 20,000 രൂപയാണ് കേട്ടോ. 80C പ്രകാരം അയാൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻ 20,000 രൂപയാണ് ക്വാളിഫയിങ് എമൗണ്ട്. അയാളുടെ ടോട്ടൽ കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് പെൻഷൻ ഫണ്ടിലേക്ക് അയാൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. 30,000 രൂപ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ 80CCC പ്രകാരം അയാൾക്ക് ഡിഡക്ഷൻ കിട്ടും. ഇനി അയാൾ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്, അയാൾ നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് 1.5 ലക്ഷം രൂപയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് അയാളുടെ സാലറി എന്ന് പറയുന്നത് 12 ലക്ഷമാണ്. അപ്പൊ ഇയാൾക്ക് മൊത്തം എത്ര ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ് ചോദ്യം. 80Cയും 80CCCയും 80CCD സബ്സെക്ഷൻ 1 പ്രകാരം എത്ര ഡിഡക്ഷൻ കിട്ടും എന്നുള്ളതാണ് നമ്മളുടെ മുമ്പിലുള്ള ചോദ്യം. 80C പ്രകാരം അയാൾക്ക് 20,000 രൂപ കിട്ടും. 80CCC പ്രകാരം 30,000 രൂപ കിട്ടും. 80CCD സബ്സെക്ഷൻ 1ന്റെ തിയറി റൂൾ ഇതാണ്: ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ഓർ 10% ഓഫ് സാലറി വിച്ച് എവർ ഈസ് ലെസ്. ഇവിടെ 12 ലക്ഷം രൂപയാണ് ഇയാളുടെ സാലറി. അതിന്റെ 10% എന്ന് പറഞ്ഞാൽ 1,20,000 ആണ്.
അപ്പൊ 1,20,000 അയാളുടെ ആക്ച്വൽ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള 1,50,000 ഏതാണോ ചെറുത് അത് അയാൾക്ക് കിട്ടും. 1,20,000 ആണ് ചെറുത് എന്നുള്ളതുകൊണ്ട് 1,20,000 അയാൾക്ക് 80cc(d) സബ്സെക്ഷൻ 1 പ്രകാരം ഡിഡക്ഷൻ കിട്ടി. അങ്ങനെ 3 സെക്ഷനുകളും ഡിഡക്ഷൻ കിട്ടുന്ന ഒരു വ്യക്തിയാണ് ഇയാള്. 80C പ്രകാരം 20,000 രൂപ, 80CCC പ്രകാരം 30,000 രൂപ, 80cc(d) സബ്സെക്ഷൻ 1 പ്രകാരം 1,20,000 രൂപ. അപ്പൊ മൊത്തം ഡിഡക്ഷൻ ഇയാൾക്ക് എത്രയായി മാറി? 1,70,000 ആയിട്ട് മാറി. പക്ഷെ 1,70,000 ഇയാൾക്ക് ഡിഡക്ഷൻ കിട്ടില്ല. അതിനുള്ള ഒരു പാരയാണ് 80cce എന്ന് പറയുന്ന ഒരു സെക്ഷൻ. 80cce പ്രകാരം ഇയാൾക്ക് മാക്സിമം ഡിഡക്ഷൻ എത്ര കിട്ടുള്ളൂ? 1,50,000 ഇത് മൂന്നും കൂടിയിട്ട് കിട്ടുള്ളൂ. സോ ഒരു 20,000 രൂപ കുറവ് ഡിഡക്ഷൻ ആണ് ഇയാൾക്ക് കിട്ടുള്ളൂ. സോ 1,50,000 ആണ് ഇയാളുടെ മാക്സിമം ഡിഡക്ഷൻ 80cce പ്രകാരം. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? റുക്സാന, അമൃഷ, അശ്വിൻ, അനുരാഗ് ക്ലിയർ ആയി സർ. ക്ലിയർ ആയി? ഓക്കെ, യെസ്. സോ 80cce പ്രകാരം അപ്പൊ ഇയാൾക്ക് എത്ര രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്? ശരിക്കും 1,70,000 അല്ലേ കിട്ടേണ്ടത്? ഇയാൾക്ക് എത്ര രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്? എത്ര രൂപയുടെ നഷ്ടം സംഭവിച്ചിട്ടുണ്ട്? 20,000 രൂപ. യെസ്, 20,000 രൂപ അധികം. ഇയാള് നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് 1,50,000 കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അയാൾക്ക് കിട്ടിയിട്ടുള്ളത് 1,20,000 ഡിഡക്ഷൻ കിട്ടിയിട്ടുള്ളൂ. മൊത്തം നോക്കിയപ്പോ 1,70,000 വരെ കിട്ടേണ്ടതാണ്. പക്ഷെ 1,50,000 കിട്ടിയിട്ടുള്ളൂ. സോ അയാൾക്ക് ഒരു 20,000 രൂപയുടെ ഒരു കുറവ് സംഭവിച്ചിട്ടുണ്ട്. സോ അതിന് പേടിക്കേണ്ട. അതിന് വേണ്ടിയിട്ട് നാഷണൽ പെൻഷൻ സ്കീമിന് മാത്രമായിട്ട് ഒരു അഡീഷണൽ ഡിഡക്ഷനും കൂടെ അവൈലബിൾ ആണ്. ആ സെക്ഷനും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 80C സീരീസ് തീരും. 80cc(d) സബ്സെക്ഷൻ 1B പ്രകാരം നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നവർക്ക് മാത്രമായിട്ട് ഒരു അഡീഷണൽ 50,000 കൂടെ ഡിഡക്ഷൻ കിട്ടും. അഡീഷണൽ 50,000 നോക്കിക്കോളൂ കേട്ടോ. ഇൻ അഡീഷൻ ടു ദ എബവ് മെൻഷൻഡ് ലിമിറ്റ് ഫോർ ദ ഡിഡക്ഷൻ, ഈ 80cc, 80cc(d) സബ്സെക്ഷൻ 1 പ്രകാരം മാക്സിമം ഡിഡക്ഷൻ 1,50,000 ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതിന് പുറമെ 80cc(d) സബ്സെക്ഷൻ 1B പ്രകാരം അസസി NPS-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് അഗെയിൻ ഒരു 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. സോ അഡീഷണൽ ഡിഡക്ഷൻ 50,000 രൂപ. അങ്ങനെ മൊത്തം 1,50,000 കൂട്ടിക്കഴിഞ്ഞാൽ 2,00,000 രൂപ വരെ ഡിഡക്ഷൻ 80C സീരീസ് പ്രകാരം ഇയാൾക്ക് കിട്ടും, വ്യക്തിക്ക് കിട്ടും. അപ്പൊ നേരത്തെ പറഞ്ഞ മാതിരി ഇപ്പൊ 1,70,000 അല്ലേ ഇതിന്റെ ടോട്ടൽ വരുന്നത്? 1,70,000. സോ ഈ 3 സെക്ഷനും പ്രകാരം ഇയാൾക്ക് 1,50,000 കിട്ടും. ഇനി 80cc(d) സബ്സെക്ഷൻ 1B പ്രകാരം ഇയാൾക്ക് ഒരു 20,000 അഡീഷണലും കൂടെ കിട്ടും. നേരത്തെ സംഭവിച്ചിട്ടുള്ള ആ നഷ്ടം നികത്താൻ വേണ്ടിയിട്ട് ഒരു 20,000 കൂടെ ഡിഡക്ഷൻ ഏത് പ്രകാരം കിട്ടും? 80cc(d) സബ്സെക്ഷൻ 1B പ്രകാരം കിട്ടും. ഇത് തിയറി ആയിട്ട് പഠിച്ചാൽ മതി. ഇത് പ്രാക്ടിക്കൽ പ്രോബ്ലത്തിലൊന്നും വരില്ല. സോ 80cc(d) സബ്സെക്ഷൻ 1B പ്രകാരം നാഷണൽ പെൻഷൻ സ്കീമിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്ക് അഡീഷണൽ ഡിഡക്ഷൻ കിട്ടും. 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും എന്നുള്ളത് മാത്രം ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. അപ്പൊ ഇയാൾക്ക് നേരത്തെ കിട്ടാതിരുന്ന 20,000 രൂപ ഇവിടെ ഈ സെക്ഷൻ പ്രകാരം ഇയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അതാണ് 80cc(d) സബ്സെക്ഷൻ 1B. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ, യെസ്. അനുരാഗെ ഫോളോ ചെയ്യാൻ പറ്റുണ്ടോ? യെസ്, ഫോളോ ചെയ്യാൻ പറ്റുണ്ടല്ലോ അല്ലെ? അപ്പൊ നമ്മള് ഇതുവരെ കണ്ടത് 80C LIC പ്രീമിയവും സൂപ്പർ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഡന്റ് ഫണ്ടിലേക്ക്, റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിലേക്ക് ട്യൂഷൻ ഫീസ് ഇതൊക്കെ അടച്ചിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഡിഡക്ഷൻ ആണ് 80C. മാക്സിമം ഡിഡക്ഷൻ 1,50,000 ആണ്. 80cc എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് പെൻഷൻ ഫണ്ട്, മാക്സിമം ഡിഡക്ഷൻ 1,50,000 ആണ്. 80cc(d) സബ്സെക്ഷൻ 1 എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ടുവേഴ്സ് NPS, മാക്സിമം ഡിഡക്ഷൻ 1,50,000 ആണ്. എന്നാൽ മൂന്നും അവൈൽ ചെയ്യുന്ന ആൾക്ക് മൂന്നും കൂടിയിട്ട് ഈ 1,50,000 ടോട്ടൽ കിട്ടില്ല, 4,50,000 കിട്ടില്ല. മൂന്നും കൂടിയിട്ട് കിട്ടുന്ന ഡിഡക്ഷൻ 1,50,000 മാത്രമാണ്. അതാണ് 80cce പറയുന്നത്. എന്നാൽ 80cc(d) സബ്സെക്ഷൻ 1B പ്രകാരം ഇയാൾക്ക് അഡീഷണൽ
ഡിഡക്ഷൻ കിട്ടുന്നുണ്ട് 50,000. അത് NPS-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ അഡീഷണൽ ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് 80C സീരീസിൽ നമുക്ക് കാണാനുള്ളത്. ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലിയർ ആണ് സർ. ക്ലിയർ ആണ്. ഇനി നമുക്ക് 80Dയും കൂടെ പരിചയപ്പെടാം. 80D എന്താന്നുള്ളത് കൂടെ, അത് സിമ്പിൾ ആണ് കുറച്ചും കൂടെ. 80D എന്താന്നുള്ളതൊന്ന് പരിചയപ്പെടാം. 80D കാണുന്നില്ലേ നിങ്ങൾക്ക്? ഡിയിൽ 3 ഡിഡക്ഷൻസുകളാണ് നമ്മൾ കാണേണ്ടത്. 80D, 80DD, 80DDB. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? എന്റെ സ്ക്രീൻ കാണുന്നില്ലേ? നിങ്ങൾ മെസ്സേജ് ചെയ്ത് ഓക്കെ ഫൈൻ. യെസ്. അപ്പൊ 80D എന്താന്നുള്ളത് നോക്കാട്ടോ. മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയത്തിനെ കുറിച്ചാണ് ഈ 3 സെക്ഷനുകളും ഏറെക്കുറെ പറയുന്നത്. മെഡിക്കൽ ട്രീറ്റ്മെന്റിനെ കുറിച്ചും മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിനെ കുറിച്ചാണ്. നമ്മൾ 80Cയിൽ ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ് കണ്ടത്. എന്നാൽ 80Dയിൽ നമ്മൾ കാണാൻ പോകുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയാണ്. നമുക്ക് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇൻഷുറൻസ് കമ്പനി നമുക്ക് പൈസ തരും. അതാണ് മെഡിക്കൽ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡിഡക്ഷൻസുകളാണ്. ആദ്യം 80D എന്താണെന്നുള്ളത് നോക്കാം. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. നിങ്ങളൊരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര രൂപയാണോ പ്രീമിയം അടയ്ക്കുന്നത് അതാണ് ഡിഡക്ഷൻ ആയിട്ട് കിട്ടുന്നത് 80D പ്രകാരം. 80D. സോ 80D ഈസ് ഓൾ അബൌട്ട് ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം. ഇനി അതിനൊരു മാക്സിമം, if an assessee took a medical insurance policy for himself or for her family, then the premium paid during the previous year for that policy is deductible. നിങ്ങൾ ആ പോളിസിക്ക് വേണ്ടിയിട്ട് അടച്ചിട്ടുള്ള പ്രീമിയം നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ടെന്ന് വിചാരിക്കുക. ആ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസിക്ക് വേണ്ടിയിട്ട് പ്രീമിയം അടയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രീമിയം എമൗണ്ട് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അപ്പൊ ഞാൻ തന്നെ എൻ്റെ കുട്ടികൾക്കും എൻ്റെ വൈഫിനും എനിക്കും വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്, സ്റ്റാർ ഹെൽത്തിന്റെ. അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ അഡ്മിഷന്റെ ഒക്കെ ചാർജ് ഈ കമ്പനി നമുക്ക് തരും, ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരും. പക്ഷെ നമുക്ക് ഓരോ കൊല്ലവും നമ്മൾ എന്തടയ്ക്കണം? പ്രീമിയം അടയ്ക്കണം. ഒരു 18,000 രൂപയ്ക്ക് പ്രീമിയം വരും. ആ 18,000 രൂപ ഒരു കൊല്ലത്തേക്കുള്ളതാണ് കേട്ടോ. ഒരു കൊല്ലത്തേക്ക് 18,000 രൂപ പ്രീമിയം വരും. സോ അത് നമുക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും ഇവിടെ. അതാണ് 80D പ്രകാരമുള്ള ഡിഡക്ഷൻ. പക്ഷെ ഇവിടെ മാക്സിമം ഡിഡക്ഷൻ വിൽ ബി 25,000. മാക്സിമം ഡിഡക്ഷൻ 25,000 രൂപയാണ്. 25,000 രൂപേനേക്കാൾ കൂടുതൽ ഡിഡക്ഷൻ നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങളുടെ പ്രീമിയം എമൗണ്ട് 25,000-നേക്കാൾ മീതെയാണെങ്കിൽ നിങ്ങൾക്ക് അത് മുഴുവൻ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടില്ല. മാക്സിമം എമൗണ്ട് 25,000 രൂപയാണ് ഡിഡക്ഷൻ കിട്ടുക. പക്ഷെ ഇനി ഈ പോളിസി എടുത്തിട്ടുള്ള ഈ ഫാമിലിയിലെ ഏതെങ്കിലും ഒരു വ്യക്തി, അസസിയോ അല്ലെങ്കിൽ അസസിയുടെ ഭാര്യയോ ഏതെങ്കിലും ഒരു വ്യക്തി സീനിയർ സിറ്റിസൺ ആണെന്ന് വിചാരിക്കുക, അതായത് 60 വയസ്സിന് മീതെയാണെന്ന് വിചാരിക്കുക. അപ്പൊ മാക്സിമം ഡിഡക്ഷൻ 50,000 രൂപ വരെ കിട്ടും. മാക്സിമം ഡിഡക്ഷൻ 50,000 രൂപ വരെ കിട്ടും. ഓക്കെ. അതായത് അസസിയോ അല്ലെങ്കിൽ അസസിയുടെ വൈഫോ സീനിയർ സിറ്റിസൺ ആണെങ്കിൽ 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. ഇനി നിങ്ങൾ ഇതിപ്പോ നമ്മുടെ ഫാമിലിയുടെ കാര്യം പറഞ്ഞത്. അപ്പൊ ഒരു അസസിയുടെ ഭാര്യ, അസസിയുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് പോളിസി എടുത്തിട്ടുണ്ടെങ്കിൽ, ഇനി അസസിക്ക് വേണമെങ്കിൽ അസസിയുടെ പാരന്റ്സിന് വേണ്ടിയിട്ടും എന്തെടുക്കാം? ഒരു ഇൻഷുറൻസ് പോളിസി എടുക്കാം, മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി എടുക്കാം. ഇഫ് അസസി ടുക്ക് അനദർ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി ഫോർ ഹിസ് ഓർ ഹെർ ഗ്രാൻഡ് പാരന്റ്സ് ഓർ പാരന്റ്സ്, അയാളുടെ മുത്തച്ഛന്മാർക്കോ അല്ലെങ്കിൽ അയാളുടെ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടിയിട്ട് അയാളൊരു പോളിസി എടുത്തിട്ടുണ്ട് വിചാരിക്കുക. അപ്പൊ അയാൾക്ക് വീണ്ടും അഡീഷണൽ ഡിഡക്ഷൻ കിട്ടും. 25,000 രൂപ വരെ വീണ്ടും അഡീഷണൽ ഡിഡക്ഷൻ കിട്ടും. അയാളുടെ അച്ഛനോ മുതുമുത്തച്ഛനോ ആരെങ്കിലും സീനിയർ സിറ്റിസൺ ആയിരിക്കുമല്ലോ, മിക്കവാറും സീനിയർ സിറ്റിസൺ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. ഇതാണ് 80C പ്രകാരമുള്ള ഡിഡക്ഷൻ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്ക്, അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കട്ടോ. കൺഫ്യൂഷൻ ഇല്ലെങ്കിൽ ഇല്ലാന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയണേ. ക്ലിയർ ആയോ? 80D ക്ലിയർ ആയോ റുക്സാന?
ക്ലിയർ ആയി സർ. ക്ലിയർ ആയി, പ്രശ്നമില്ല. ആ ചോദിച്ചോ. ആർക്കും ഒരു സംശയമുള്ള മാതിരി തോന്നി? അനുരാഗനാണോ? സർ ആ ഗ്രാൻഡ് ആ സർ മറ്റേ ആ എന്താ ഗ്രാൻഡ് ഫാദറിനും ഗ്രാൻഡ് പാരന്റ്സിന്റെ ഒരു ഇത് പറഞ്ഞല്ലോ ഡിഡക്ഷൻ ഉവ്വ്. 25,000 രൂപ വെച്ചിട്ട് ആ. അതൊന്നുകൂടി പറഞ്ഞല്ലോ. അതായത് ഇപ്പൊ ഞാൻ എനിക്കും എന്റെ ഭാര്യയ്ക്കും എന്റെ കുട്ടികൾക്കും വേണ്ടിയിട്ട് ഞാനൊരു പോളിസി എടുത്തു എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ എത്രയാണോ പ്രീമിയം അടയ്ക്കുന്നത് അത് എനിക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പക്ഷെ മാക്സിമം ഡിഡക്ഷൻ 25,000 രൂപയാണ്. ഓക്കെ. ഇനി ഞാൻ എന്റെ അച്ഛന്റെ പേരിലും ഒരു പോളിസി എടുത്തിട്ടുണ്ട് വിചാരിക്കുക. എന്റെ അച്ഛന്റെയും അമ്മയുടെയും പേരിൽ ഒരു പോളിസി എടുത്തിട്ടുണ്ട് വിചാരിക്കുക. അപ്പൊ എനിക്ക് അഡീഷണൽ 25,000 രൂപ ഡിഡക്ഷൻ കിട്ടും. അപ്പൊ ഞാൻ 2 പോളിസി എടുത്തിരിക്കുന്നത് കേട്ടോ. എന്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഞാൻ പോളിസി എടുത്തിട്ടുണ്ട്, എന്റെ അച്ഛന്റെയും അമ്മയ്ക്കും വേണ്ടിയിട്ടും ഞാൻ വേറൊരു പോളിസി എടുത്തിട്ടുണ്ട്. സോ രണ്ടിനും കൂടിയിട്ട് എന്റെ പോളിസിക്ക് 25,000 രൂപ ഡിഡക്ഷൻ കിട്ടും. എന്റെ അച്ഛന്റെ അമ്മയുടെയും പേരിൽ ഞാൻ എടുത്തിട്ടുള്ള പോളിസിക്ക് മാക്സിമം ഡിഡക്ഷൻ 25,000 രൂപ വേറെയും കിട്ടും. ഇനി എന്റെ അച്ഛനും അമ്മയും സീനിയർ സിറ്റിസൺ ആയതുകൊണ്ട് എനിക്ക് മാക്സിമം ഡിഡക്ഷൻ 25,000 അല്ല കിട്ടുക, 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. ഞാനോ എന്റെ ഭാര്യയോ സീനിയർ സിറ്റിസൺ അല്ലാത്തത് കൊണ്ട് എനിക്ക് 25,000 രൂപ വരെ ആദ്യത്തെ പോളിസിക്ക് കിട്ടുള്ളൂ. ക്ലിയർ ആയോ? ഒരു എക്സാമ്പിൾ കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. മിസ്റ്റർ രവി ഏജ് 35. അപ്പൊ മിസ്റ്റർ രവി സീനിയർ സിറ്റിസൺ ആണോ റുക്സാന? അല്ല സീനിയർ സിറ്റി അല്ല. അപ്പൊ റുക്സാന എനിക്ക് ഇവിടെ നിന്ന് സഹായിക്കണേ. Is the assessee and took a medical insurance policy for himself and his wife and children and paid rupees 27,000 in the previous year as premium. 27,000 രൂപയാണ് അയാൾ പ്രീമിയം ആയിട്ട് അടച്ചിരിക്കുന്നത് കേട്ടോ. അയാൾക്ക് എത്ര ഡിഡക്ഷൻ കിട്ടുക 80D പ്രകാരം റുക്സാന? പ്രീമിയം അടച്ച ക്യാഷ് മുഴുവൻ റിട്ടേൺ കിട്ടും. മാക്സിമം ഡിഡക്ഷൻ 25,000. ഇയാള് പ്രീമിയം അടച്ചിരിക്കുന്നത് 27,000 അപ്പൊ 25,000 ഡിഡക്ഷൻ കിട്ടും. ഓക്കെ ഫൈൻ, ഗുഡ്. മിടുക്കി. 25,000 ആണ് ഇവിടെ ഡിഡക്ഷൻ കിട്ടുള്ളൂ. 27,000 കിട്ടില്ല, കാരണം പ്രീമിയം മുഴുവൻ കിട്ടില്ല ഇവിടെ, കാരണം മാക്സിമം ഡിഡക്ഷൻ 25,000 ആണ്. ഇയാള് സീനിയർ സിറ്റിസൺ ആയിരുന്നെങ്കിൽ 27 മുഴുവൻ കിട്ടിയാനെ കേട്ടോ. സീനിയർ സിറ്റിസൺ ആണെങ്കിൽ ഇയാൾക്ക് 27 മുഴുവൻ കിട്ടിയാനെ, കാരണം 50,000 രൂപ വരെ കിട്ടും. ലിമിറ്റ് കുറച്ചും കൂടുതലാണ് സീനിയർ സിറ്റിസൺ. പക്ഷെ ഇയാൾ സീനിയർ സിറ്റിസൺ അല്ല, ഇയാളുടെ ഭാര്യയും സീനിയർ സിറ്റിസൺ അല്ല. അതുകൊണ്ട് ഇയാൾക്ക് 25,000 ഡിഡക്ഷൻ കിട്ടുള്ളൂ. ഓക്കെ. ഇനി നോക്കിക്കോട്ടോ. ഹി ഓൾസോ ടുക്ക് അനദർ പോളിസി. രണ്ടാമതൊരു പോളിസി എടുത്തിട്ടുണ്ട് അയാളുടെ പാരന്റ്സിന് വേണ്ടിയിട്ട്, അയാളുടെ ഫാദറിന് വേണ്ടിയിട്ട്. ഗ്രാൻഡ് പാരന്റ്സ് തെറ്റിട്ട് ചെയ്തിരിക്കുക കേട്ടോ. പാരന്റ്സിന് വേണ്ടിയിട്ട് അയാൾ എന്ത് ചെയ്തിട്ടുണ്ട്, വേറൊരു പോളിസി എടുത്തിട്ടുണ്ട്. ഫാദറിന്റെ ഏജ് 61, മദർ ഏജ് 59. പ്രീമിയം അയാള് അച്ഛനും അമ്മയ്ക്കും വേണ്ടി എടുത്തിട്ടുള്ള പോളിസിയുടെ പ്രീമിയം 42,000 രൂപയാണ്. പ്രീമിയം ഏജ് കൂടുമ്പോൾ പ്രീമിയം കൂടും കേട്ടോ. സോ പ്രീമിയം 42,000 രൂപയാണ്. അമർഷ എനിക്ക് പറഞ്ഞുതരൂ, ഇയാൾക്ക് മൊത്തം എത്ര ഡിഡക്ഷൻ കിട്ടുക? ഇയാൾക്ക് 42,000 രൂപയാണ് പ്രീമിയം പേ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇയാള് സീനിയർ സിറ്റിസൺ ആവുകൊണ്ട് 50,000 രൂപ ഡിഡക്ഷൻ, ഗ്രാൻഡ് പാരന്റ്സ് സീനിയർ സിറ്റിസൺ ആവുകൊണ്ട് 50,000 രൂപ ഡിഡക്ഷൻ കിട്ടുള്ളൂ. 50,000 രൂപ വരെ ഡിഡക്ഷൻ കിട്ടും. ഇയാൾക്ക് എത്ര പ്രീമിയം അടച്ചിരിക്കണേ? 42,000 രൂപ. അപ്പൊ അത് മുഴുവൻ കിട്ടില്ലേ ഡിഡക്ഷൻ ആയിട്ട്? കിട്ടും സർ. അപ്പൊ 42,000 കിട്ടി. നേരത്തെ ആദ്യത്തെ പോളിസിയിൽ എത്ര കിട്ടിയാക്ക്? 25,000 രൂപ. അപ്പൊ രണ്ടെണ്ണം കിട്ടും. 25,000 കിട്ടും, 42,000 കിട്ടും. മൊത്തം കിട്ടുന്നത് 80D പ്രകാരം 67,000 രൂപ ഡിഡക്ഷൻ കിട്ടും. 80D പ്രകാരം. ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ഓക്കെ. അശ്വിൻ, അനുരാഗ്, റുക്സാന, റുക്സാനയോ? ഓക്കെ ഫൈൻ. അപ്പൊ 80D ഇത്രയും നമുക്ക് മനസ്സിലാക്കാനുള്ളൂ. ഇനി 80DD ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ഡിപ്പെൻഡന്റ് വിത്ത് ഡിസബിലിറ്റി. നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുണ്ടെന്ന് വിചാരിക്കുക. ഡിസേബിൾഡ് ആയിട്ടുള്ള ആള് നമ്മളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അസസീനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ജീവിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് 80DD പ്രകാരം നമുക്ക് ഡിഡക്ഷൻ കിട്ടും.
ഒരു ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ ആ വ്യക്തിനെ നമ്മൾ നോക്കുന്നുണ്ടാവുമല്ലോ, നമ്മൾ പരിചരിക്കുന്നുണ്ടാവും. അയാൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 80D പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ഈ ഡിഡക്ഷന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഡിഡക്ഷന് നിങ്ങളുടെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എത്രയാണെന്ന് നോക്കില്ല. ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് 75,000 രൂപ ഡിഡക്ഷൻ കിട്ടും. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. നിങ്ങൾക്ക് 75,000 രൂപ ബ്ലൈൻഡ് ആയിട്ട് നിങ്ങൾക്ക് ഡിഡക്ഷൻ കിട്ടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എത്ര രൂപ ചെലവാക്കി ആ കുട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളൊന്നും നോക്കുന്നില്ല. ഇപ്പൊ ഞാനൊരു പിക്ചറിൽ ഈ രണ്ട് ഭാര്യയും ഭർത്താവിനും ഒരു മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടിയാണ് ഉള്ളത്. സോ മെന്റലി റിട്ടയർഡ് ആയിട്ടുള്ള കുട്ടി ഇവരെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും നിൽക്കുന്നത്. സോ ഇയാളാണ് സാലറീഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് വിചാരിക്കുക. ഇയാളുടെ സാലറി, ഇയാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് 75,000 രൂപ ഡിഡക്ഷൻ 80D പ്രകാരം കിട്ടും. ഈ കുട്ടി ഡിസേബിൾഡ് ആയതുകൊണ്ട് ഈ കുട്ടീനെ ഇവർ നോക്കുന്നുണ്ടല്ലോ. സോ എത്ര രൂപ ഈ കുട്ടിക്ക് വേണ്ടി ചെലവാക്കിയതൊന്നും നോക്കണ്ട, 75,000 രൂപ ഡിഡക്ഷൻ കിട്ടും. ഇനി ഈ കുട്ടിയുടെ ഡിസേബിലിറ്റി സിവിയർ ആണെന്ന് വിചാരിക്കുക. സിവിയർ കണക്കിൽ പറയും, സിവിയർ ആണെങ്കിൽ കണക്കിൽ പ്രത്യേകം പറയും. സിവിയർ ആണെങ്കിൽ, അതായത് 80% മീതെ ബ്ലൈൻഡ്നെസ്സോ അല്ലെങ്കിൽ ഫിസിക്കൽ ഡിസബിലിറ്റിയോ 80% മീതെയുള്ള ഒരു കുട്ടിയാണ് നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൈൻഡ് ആയിട്ട് കിട്ടുന്ന ഡിഡക്ഷൻ 1,25,000 ഡിഡക്ഷൻ കിട്ടും. ഇവിടെ നിങ്ങളുടെ ആക്ച്വൽ എക്സ്പെൻഡിച്ചർ എത്രയാന്നുള്ളത് നോക്കേണ്ട കാര്യമില്ല. സോ ദിസ് ഈസ് 80D പ്രകാരം ഡിഡക്ഷൻ കിട്ടുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഫാമിലിയിലെ ഏതെങ്കിലും ഒരു കുട്ടി ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടി ഉണ്ടെങ്കിലാണ് ആ കുട്ടീനെ നോക്കുന്നതിന് പരിചരിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻ ആണ്. സിവിയർ അല്ലാത്ത ഡിസബിലിറ്റി ആണെങ്കിൽ 75,000 രൂപ ഡിഡക്ഷൻ കിട്ടും. സിവിയർ ആയിട്ടുള്ള ഡിഡക്ഷൻ ആണെങ്കിൽ 1,25,000 രൂപ, 1,25,000 ഡിഡക്ഷൻ കിട്ടും. 80D. ക്ലിയർ ആയില്ലേ? ക്ലിയർ ആയി സർ. ഓക്കെ ഫൈൻ. ഇനി ഒരു പോയിന്റും കൂടെ നമുക്ക് നോക്കാം. 80DDB. ഇത് എന്തിനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ഫോർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് സ്പെസിഫൈഡ് ഡിസീസസ്. ചില സ്പെസിഫൈഡ് ഡിസീസസ് ഉള്ള വ്യക്തികൾ നിങ്ങളുടെ ഫാമിലിയിലുണ്ട്. ആ സ്പെസിഫൈഡ് ഡിസീസസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെലവ് വന്നിട്ടുണ്ട് വിചാരിക്കുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഡിഡക്ഷൻ ആണ് 80DDB പ്രകാരമുള്ള ഡിഡക്ഷൻ. എന്താണ് സ്പെസിഫൈഡ് ഡിസീസസ് എന്ന് നോക്കാം. ഇഫ് an assessee incurs any treatment expenditure of himself or a family member എന്ന് പറഞ്ഞാൽ spouse, children or parents who is suffering from specified diseases like cancer, AIDS or other neuro problems. അത് സ്പെസിഫൈഡ് ഡിസീസസ് ആയിട്ട് ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടാവും. അത്തരം ഡിസീസസിന് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെലവ് വരുന്നുണ്ട് എങ്കിൽ then the assessee gets a deduction of actual expenditure. എത്ര രൂപയാണോ ചെലവാക്കിയത് അത് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പക്ഷെ മാക്സിമം ഡിഡക്ഷൻ എത്രയേ കിട്ടുള്ളൂ? 40,000 രൂപയെ കിട്ടുള്ളൂ. അത് 80D പോലെ തന്നെ നിങ്ങൾക്ക് എത്രയാണോ മാക്സിമം എക്സ്പെൻഡിച്ചർ ഈ സ്പെസിഫൈഡ് ഡിസീസസ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര രൂപയാണോ പ്രീവിയസ് ഇയറിൽ ചെലവ് വന്നിട്ടുള്ളത് അത് നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. പക്ഷെ മാക്സിമം ഡിഡക്ഷൻ 40,000 രൂപയെ കിട്ടുള്ളൂ. ഇനി നിങ്ങളുടെ ഡിസീസ് വളരെ വലിയ ഡിസീസ് ആണോ വിചാരിക്കുക. ഇഫ് ദ പേഴ്സൺ ഈസ് സഫറിംഗ് ഫ്രം സ്പെസിഫൈഡ് ഡിസീസസ് ആസ് എ സീനിയർ സിറ്റിസൺ ആണ് ഈ സ്പെസിഫൈഡ് ഡിസീസസ് സഫർ ചെയ്യുന്നത് വിചാരിക്കുക. അതായത് നിങ്ങളുടെ അച്ഛനോ അല്ലെങ്കിൽ അമ്മയ്ക്കോ ആണ് സീനിയർ സിറ്റിസൺ ആയിട്ട് 60 വയസ്സിന് മീതെയുള്ള ഒരു വ്യക്തിക്കാണ് ഈ സ്പെസിഫൈഡ് ഡിസീസ് വരികയും ചികിത്സിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപയാണോ ചെലവായത് അത് മുഴുവൻ നിങ്ങൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. അവിടെ മാക്സിമം ഡിഡക്ഷൻ എത്ര വരെ കിട്ടാം? 1,00,000 രൂപ വരെ കിട്ടാം. ഇതാണ് 80DDB പ്രകാരമുള്ള ഡിഡക്ഷൻ. For example, if Mr. Ravi spent ₹65,000 for the treatment of a specified disease of his wife, he gets a deduction of ₹40,000 from his gross total income. നോക്കിക്കോളൂട്ടോ. അശ്വിൻ രവി എന്ന് പറയുന്ന ആൾക്ക് 65,000 രൂപയാണ് ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ചെലവാക്കിയത്. അയാളുടെ വൈഫിനാണ് സ്പെസിഫൈഡ് ഡിസീസ് ഉള്ളത്. 65,000 രൂപ ചെലവാക്കിയിട്ടുണ്ട്. പക്ഷെ അയാൾക്ക് ഡിഡക്ഷൻ 40,000 രൂപയെ കിട്ടിയുള്ളൂ. എന്തുകൊണ്ടാണ് 40,000 രൂപ മാത്രം കിട്ടിയത്? അശ്വിന് പറയാൻ കഴിയുമോ?
അശ്വിൻ, അമർഷയ്ക്ക് പറയാൻ കഴിയോ? ഒരു മിനിറ്റ് സർ, 40,000 രൂപയാണ് നമ്മുടെ സ്പെസിഫൈഡ് ഡിസീസസിന് ഡിഡക്ഷൻ ആയിട്ട് പറയുന്നത്. മാക്സിമം ഡിഡക്ഷൻ. ഇയാള് മാക്സിമം ഡിഡക്ഷൻ 65,000 രൂപയാണ് ചെലവാക്കിയിട്ടുള്ളത്. പക്ഷെ 40,000 രൂപ ഡിഡക്ഷൻ കിട്ടുന്നുള്ളൂ. എന്തുകൊണ്ടാ? ഞാൻ ചോദിച്ചത് അയാളുടെ ചെലവാക്കിയ അയാളെ സപ്പോസ് രവിയുടെ ഭാര്യയുടെ ഏജ് 70 ആണെന്ന് വിചാരിക്കുക. അമർഷ, രവിയുടെ ഭാര്യയുടെ ഏജ് 70 ആണെങ്കിൽ അതൊരു സീനിയർ സിറ്റിസൺ, അപ്പൊ ഡിഡക്ഷൻ 1 ലക്ഷം വരെ വരും. അപ്പൊ എത്ര രൂപ കിട്ടും ഡിഡക്ഷൻ രവിക്ക്? അപ്പൊ 1 ലക്ഷം വരെയാണ് കിട്ടുക. സീനിയർ സിറ്റിസൺ ആവുന്നത്. ഇയാൾ സ്പെൻഡ് ചെയ്തിരിക്കുന്ന എത്രയാ? 65,000 രൂപ. അപ്പൊ 65,000 രൂപ മുഴുവനും ഇയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും. ഡിഡക്ഷൻ ആയി കിട്ടും. 1 ലക്ഷം രൂപ വരെ കിട്ടൂലോ. അപ്പൊ 65,000 രൂപ മുഴുവൻ ചെലവും ഇയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കിട്ടും കേട്ടോ. കണ്ടോ, അതാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇഫ് ദ ഏജ് ഓഫ് ദ വൈഫ് ഈസ് മോർ ദാൻ 60 then he gets full amount of ₹65,000 as deduction. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ക്ലിയർ ആയോ? റുക്സാന, അമൃഷ, അശ്വിൻ, അനുരാഗ്. ഓക്കെ ഓക്കെ യെസ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതൊരു ഹോംവർക്ക് ചെയ്യണം. ഹോംവർക്ക് കേട്ടോ. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്യാണോ ചെയ്യുന്നത് അതോ എഴുതിയിരിക്കുകയാണോ ചെയ്യുന്നത്? എന്താ നിങ്ങൾ ചെയ്യുന്നത്? സ്ക്രീൻഷോട്ട് ചെയ്യാണോ ചെയ്യുന്നത് എഴുതിയിരിക്കുകയാണോ ചെയ്യുന്നത്? സ്ക്രീൻഷോട്ട് ചെയ്തോ? എന്നാൽ സ്ക്രീൻഷോട്ട് എടുത്തു. റുക്സാന മുടിക്ക് സ്ക്രീൻഷോട്ട് എടുത്തു. ഇത് നിങ്ങൾ ഹോംവർക്ക് ചെയ്യണം. സുധ എന്ന് പറയുന്ന ആളുടെ കണക്കാണിത്. ഏജ് 28 ആണ്. അവരുടെ ഗ്രോസ് ടോട്ടൽ ഇൻകം തന്നിട്ടുണ്ട്. അവരുടെ എടുത്തിട്ടുള്ള മെഡിക്കൽ ഇൻഷുറൻസുകളുടെ കഥയും തന്നിട്ടുണ്ട്. അയാളുടെ ടോട്ടൽ ഇൻകം എത്രയാണെന്നുള്ളതാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഞാൻ അതിനൊരു ഹിന്റ് തന്നിട്ടുണ്ട്. ടോട്ടൽ ഇൻകം 12,86,000 ആണ്. അത് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കാം കേട്ടോ. ഓക്കെ, ഇനി 80G ആണ്. 80 ഓക്കെ ഫൈൻ. 80G എന്ന് പറയുന്ന ഡിഡക്ഷൻ കുറച്ചധികം ഉണ്ട്. ഞാനതൊരു വീഡിയോ ചെയ്തിട്ട് വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ മതിയോ? ഓക്കെ, അനുരാഗ് യെസ് പറഞ്ഞു. വീഡിയോ ചെയ്തിട്ട് വീഡിയോ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഇന്ന് തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ആ വീഡിയോ കണ്ടിട്ട് ഞാൻ അതിന്റെ പിന്നാലെ കുറച്ച് പ്രോബ്ലംസും തന്നിട്ടുണ്ടാവും. ആ പ്രോബ്ലംസ് പ്രകാരമുള്ള ഡിഡക്ഷൻ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ അല്ലേ?